അപ്പൊ ഇത് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. 3 ബാഗുകളിലായിട്ട് 35 കിലോ തൂക്കം വരുന്ന 3 ബാഗുകളായിട്ടാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. മികച്ച ക്വാളിറ്റിയിലാണ് നമ്മൾ നമ്മുടെ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഗ്രേഡുകളിൽ വ്യത്യാസം വന്നേക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ബാഗിന്റെ കളർ മാറ്റി നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഹോട്ടൽ ബ്ലെൻഡ് നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റി, മികച്ച ക്വാളിറ്റിയിൽ നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാതെ പിന്നെ നമുക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് മിനിഞ്ഞാന്ന് നമുക്ക് കിട്ടിയ ഒരു ഓർഡറാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാനിത് കൂട്ടുകളെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് മയൂരയുടെ SFD, അതോടൊപ്പം തന്നെ അത്തിക്കുന്ന വരുന്ന RD, കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ വാം SRD ആണ് ഇതിനു വേണ്ടി ചേർത്തിരിക്കുന്നത്. മികച്ച കൂട്ടാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബാഗുകളിലാക്കിയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിപ്പോ 35 കിലോയുടെ 3 ബാഗുകളിലായിട്ടാണ് നിറച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഇതുപോലെ ബാഗുകളിലാക്കി നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ എയർ അധിക ഭാഗത്തോട്ട് കടക്കാതെ, അധികം തണുപ്പ് അടിക്കാത്ത രീതിയിൽ, ഈർപ്പം കടക്കാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ വളരെയധികം നല്ല ടൈറ്റ് ആയിട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് ഈ ഒരു ബാഗുകൾ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തുന്നതാണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഉള്ളിൽ വരുന്ന ഇന്നർ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് അകത്തേക്ക് നമ്മൾ ഇതുപോലെ സെറ്റാക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റിച്ചിങ് മെഷീനിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ള സ്റ്റിച്ചിങ് മെഷീനാണ്. ഈ ഒരു സ്റ്റിച്ചിങ് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ട ഓയിൽ മെഷീനാണിത്. ഇതിനകത്ത് ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് ഈ മെഷീൻ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ, ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഏകദേശം 6000-ന് മുകളിൽ വില വരുന്ന ഒരു മെഷീനാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഓയിൽ, ഈ ഒരു ഇതിനകത്താണ് നമ്മൾ ഓയിൽ ക്യാപ്പാണ്. ഈ ഒരു ക്യാപ്പിനകത്ത് നമ്മൾ ഓയിൽ ഇട്ടു. ഇതാണ് അതിന്റെ ടോയ് നൂല് വരുന്നത്. ഇത് ഇവിടെയാണ് നൂല് വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓയിൽ ഒഴിക്കുന്നത് ഒന്ന് കാണിച്ചെന്താ കൊള്ളാന്ന്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ വണ്ടിയിലേക്ക് ഒഴിക്കുന്ന എഞ്ചിൻ ഓയിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഈ ഒരു ഓയിലാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൂചിക്ക് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ടും മെഷീൻ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഓയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ഈ ഒരു ക്യാപ്പ് കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു ക്യാപ്പ് തുറന്നതിന് ശേഷം ഇത് അധികം ഒന്നും ഒഴിക്കണ്ട, വളരെ കുറച്ച് ഓയിൽ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് മെഷീൻ നല്ല സ്മൂത്ത് ആയിരിക്കും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. സാധാരണ നമ്മളിങ്ങനെ ഈ ഓയിൽ മെഷീൻ നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റിച്ചാനൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഓയിൽ ഒഴിച്ചതിന് ശേഷം സ്പ്രിങ്ങിനകത്ത് ഇതുപോലെ നിങ്ങൾ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ ഇതൊരു സ്പ്രിങ് ആണ്. ഈ ഓയിൽ ആ മെഷീന് അകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ചേക്കാൻ കാരണം നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സൈഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തതാണ്. 2 സ്റ്റിച്ച് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്.
ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിലാണ് ഗുണം എന്ന് വെച്ചാൽ അധികം ഈർപ്പവും കാര്യങ്ങളൊന്നും നമുക്ക് തേയിലയുടെ അകത്തേക്ക് കടക്കത്തൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും വീട്ടിലിരുന്ന് വളരെയധികം എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ജോലി മേഖല തന്നെയാണ് ഈ ഹോട്ടൽ ലഞ്ച്. ഇതുപോലെ തന്നെ നമുക്ക് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സമയബന്ധി കാരണം ഒത്തിരി വീഡിയോ ലോങ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് മാത്രം ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡിലേക്കൊക്കെ കടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഈ വീഡിയോയിൽ ഞാൻ ഇതുപോലൊരു മെഷീൻ, സ്റ്റിച്ചിങ് മെഷീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാഗ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. ഭാവിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ തയ്യൽ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതുപോലുള്ള മിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ.